കുറച്ച് നാളായി അല്ലേ ഓൺ വോയിസ് കേട്ടിട്ട്. ഇന്നെന്തായാലും ഒരു രസത്തിന് നമുക്ക് ഒരു രസമുണ്ടാക്കിയാലോ? അത് രസമായിട്ടില്ലേ? അത് രസമാവും. അന്നേരം നമുക്ക് കേരളത്തിൽ നിന്ന് വിട്ട് അങ്ങ് തമിഴ്നാട്ടിലേക്ക് ചേക്കേറാം. അതേടോ ഇന്നത്തെ റെസിപ്പി തമിഴ്നാട് സ്റ്റൈൽ രസം. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ റെസിപ്പി. ആദ്യം തന്നെ പുളി വെള്ളത്തിലിടുന്നുണ്ട് കേട്ടോ. പുളിയില്ലാതെ എന്ത് രസം. പുളി നല്ല രീതിയിൽ വെള്ളത്തിലിട്ട് കുതിർത്ത് ഞെവിടി നമ്മൾ ഏത് പാത്രത്തിലാണോ കുക്ക് ചെയ്യുന്നത് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കായപ്പൊടി, ഉപ്പ് അതവിടെ ഇരിക്കട്ടെ. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, ചെറിയ ജീരകം, കൊച്ചുള്ളി ഇത്രയാട്ടോ വേണ്ടത്. ഇത് ഇത്രയും കൂടെ കല്ലിലിട്ട് നല്ല രീതിയിൽ ഇടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു പരുവം. അന്നേരത്തേക്ക് നമുക്ക് ഇതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് മസ്റ്റായിട്ട് വേണ്ടതാണ് മല്ലിയില, തക്കാളി, പച്ചമുളക് ഇതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല രീതിയിൽ ഒന്ന് ഇളക്കിയതിന് ശേഷം നേരത്തെ പുളിവെള്ളം പിഴിഞ്ഞ ബൗളുണ്ടല്ലോ, ആ ബൗളിൽ അത്രയും വെള്ളം കൂടെ ഞാൻ ഇതിനകത്ത് ആഡാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് നല്ല രീതിയിൽ തിളപ്പിച്ച് ഇതിൻ്റെ ഗുണങ്ങളെല്ലാം നല്ല തക്കാളി ആയാലും മല്ലിയിലയായാലും എല്ലാം നല്ല രീതിയിൽ വെന്ത് അതിലേക്ക് അലിയും കേട്ടോ. ആ ഒരു പരുവം നല്ല രീതിയിൽ തിളച്ച് കുറുകി വരുമ്പോൾ നമ്മൾ ഓഫ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ അതിലേക്കുള്ള കടുക് താളിക്കും. അതെങ്ങനെ? വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ, കടുക്, കറിവേപ്പില, വറ്റൽമുളക്, സവാള, കൊച്ചുള്ളി എന്താണെന്ന് വെച്ചാൽ അതും ഇട്ട് നല്ല രീതിയിൽ മുരിയിച്ച് അതിലേക്ക് ഒഴിക്കും. അന്നേരത്തേക്ക് പെർഫെക്റ്റ് രസം റെഡി. അന്നേരം നമ്മുടെ തമിഴ്നാട് രസം റെഡി. എന്തായാലും മസ്റ്റ് ട്രൈ.